ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഘുവും ദാസും ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രഘുവിനോട് പറയണേ, എന്തായാലും നീ ഇപ്പോൾ ചീരുവിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ, എന്താ അവൾക്ക് മാനുമ്മയുടെ ആവശ്യമുള്ളൂ, ചീരു ഇവിടെയാണ് വേണ്ടത് മഞ്ചാടിയുടെ കാര്യത്തിൽ. അത് കേൾക്കുന്ന ദാസ് പറയണേ, അത് ശരിയാണ്, മഞ്ചാടിയുടെ കാര്യത്തിൽ ചീരുവിനെ ഇവിടെ ആവശ്യമുണ്ട്. അങ്ങനെ രഘു പറയാണ്, അമ്മാവിനും വലിയ പേടിയുണ്ട് മഞ്ചാടിയുടെ കാര്യം ആലോചിച്ചിട്ട്. എന്തായാലും ആദ്യം നമ്മുടെ മഞ്ചാടിയാണ് വിലങ്ങിടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചീരു വരികയാണ് കേട്ടോ. അതിന് ചീരു പറയണേ, മഞ്ചാടിയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല രഘു കേട്ടോ, ഒത്തിരി തവണയായി വിളിക്കുന്ന, അവളാണെങ്കിൽ എവിടെ പോയി എന്ന് അറിയില്ല, അവളുടെ ഈ കണക്കിലുള്ള പോക്കാണെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ രഘു പറയണേ, എന്തായാലും കുറച്ച് നേരം കൂടി ഒന്ന് നോക്ക്, എന്നിട്ട് ഞാൻ പോയി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത്. അങ്ങനെ ജീവരാജും കൂടെ ഉണ്ട് കേട്ടോ. ജീവരാജിൻ്റെ സ്കൂട്ടർ കേടായിരിക്കുകയാണ്. അങ്ങനെ ജീവരാജ് പറയുന്നുണ്ട്, നീ പൊയ്ക്കോ മഞ്ചാടി, നിൻ്റെ വീട്ടുകാർ ഇപ്പം നന്നായി ഭയന്നിട്ടുണ്ടാവും, നീ പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ, ജീവരാജ് നിൻ്റെ വണ്ടി ശരിയാവട്ടെ, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് ഒരു ഓട്ടോയിൽ പോവാം, ഈ ബൈക്ക് കേടുവന്നതും അവർക്ക് ഈ ചാവിയും വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്ത് അവർ വന്ന് എടുത്തോളും, അതുകൊണ്ട് നീ ഞാൻ പറയുന്നതൊക്കെ കേൾക്ക്. മഞ്ചാടി അത് വേണോ? ആ വേണം എന്തായാലും എന്ന് പറയുമ്പോഴേക്കും, എന്നാൽ ഒരു പണി ചെയ്യാൻ, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഒന്ന് വീട്ടിലോട്ട് വിളിച്ച് പറയാം, കുറച്ച് ലേറ്റ് ആവുന്നു. മനഃപൂർവ്വം ഒന്നും ലേറ്റ് ആയതല്ലല്ലോ, ഇതിപ്പോൾ നമുക്ക് ഈ കോളേജിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞാൽ ഈ സമയമാവും, 6 മണിയല്ലേ ആവുന്നുള്ളൂ, 6 മണിയാകുമ്പോഴത്തേന് ഇരുട്ടുന്നതിന് എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ മഞ്ചാടി ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ജീവരാജ് പറയാം, നിന്നോട് ഞാൻ സംസാരിക്കാനില്ല, നീ എന്താ ചെയ്തോ. അപ്പോൾ മഞ്ചാടി തൻ്റെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തോടെ തന്നെ, അയ്യോ ഇതിൽ ചാർജ് ഇല്ല, അത് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പുറത്ത് ചീരുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീരു ഇങ്ങനെ വിളിച്ചിട്ട് രഘുവിനോട് പറയുന്നുണ്ട്, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവൾ എവിടെയാണെന്ന് അറിയില്ല, മഞ്ചാടിയുടെ ഈ പോക്ക് ഇനിയിപ്പോൾ അമ്മാവിന് വലിയ തലവേദനയായി മാറുന്ന തോന്നുന്നത് എന്ന് രഘുവും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രഘു പറയണേ, എന്തായാലും ഹനുവിൻ്റെ ഈ രജിസ്ട്രേഷൻ ഉണ്ട് കഴിയട്ടെ, എന്നിട്ട് വേണം അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എന്നവർ പറയുമ്പോൾ ഇങ്ങനെ പുറത്ത് മഞ്ചാടിയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ മഞ്ചാടി ഫോണ് ചാർജില്ലെന്ന് പറഞ്ഞിട്ട് ജീവരാജ്, നിൻ്റെ ഫോണൊന്ന് തരുമോ? അയ്യോ എൻ്റെ ഫോണിലൊന്നും വിളിക്കണ്ട, ഞാൻ നീയുമായി ഒന്നിച്ചുണ്ടെന്ന് അവർ മനസ്സിലാക്കില്ലേ. ഹേയ് അതൊന്നും ഉണ്ടാവില്ല ജീവരാജ്, നീ ഫോൺ ഇങ്ങ് തായോ, അത് വേണം മഞ്ചാടി, എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ജീവരാജ് വീണ്ടും ഫോൺ കൊടുക്കുമ്പോൾ മഞ്ചാടി അതിൽ നിന്ന് വിളിക്കുകയാണ്. ഹലോ ഇതാരാണ് എന്ന് ചീരു ചോദിക്കുമ്പോൾ, ഇത് മഞ്ചാടിയാണ്, ഇത് ആരുടെ നമ്പറാണ്? ഇതൊരു ഫ്രണ്ടിൻ്റെ നമ്പറാണ്, ഞാൻ കോളേജിൽ നിന്നും വരുന്നേ ഉള്ളൂ, മീറ്റിംഗ് കഴിഞ്ഞ് ലേറ്റായി, ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തൂട്ടോ എന്നും പറഞ്ഞിട്ട്, എടി നീ ആരുടെ കൂടെയാണ്? അപ്പോഴേക്കും രഘു പറയുന്നുണ്ട്, ഞാൻ വിളിക്കാൻ വരാൻ നിന്നെ, അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്തിട്ട് പിന്നീട് ജീവരാജിനോട് പറയണേ, നിൻ്റെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, കാരണം അവർ വിളിച്ചതിന് മുകളിൽ വിളിച്ചും കൊണ്ടിരിക്കുമെന്ന് പറയണ്ട, അതുകൊണ്ട് ജീവരാജ് നമുക്ക് പോവാം. മഞ്ചാടി ഇതൊന്നും വേണോ? അത് കുഴപ്പമില്ല, നീ വാ എന്ന് പറയുന്നു കേട്ടോ. മഞ്ചാടിയിലേക്ക് പ്രവൃത്തി കണ്ട് ജീവരാജിന് സ്വരം ഒന്ന് മാറുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ വിനയൻ വരികയാണ്. വിനയൻ ഇങ്ങനെ യാദൃശികമായി കാണാണ്. അങ്ങനെ വിനയൻ, ഇത് മഞ്ചാടിയോ, എന്താ ഈ അസമയത്ത് നീ ഇവൻ്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയതാണ്, എന്തായാലും മഞ്ചാടി നീ വാ, എൻ്റെ ബൈക്കിൽ കയറി. ഹേയ് ഇല്ല, ഞങ്ങൾ ഒന്നിച്ച് വന്നോളാം. അത് കേട്ട ഉടൻ തന്നെ ജീവരാജ് ഇവളോട് വണ്ടിയിൽ കയറാൻ വേണ്ടി പറയും. മഞ്ചാടി നീ തൽക്കാലം ഒന്ന് പോ എന്ന് ജീവരാജ് പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് ഇവർ കൊണ്ടുപോവാണ്, ഈ വിനയൻ ഇങ്ങനെ മഞ്ചാടിയെ കൊണ്ടുപോകണം. അപ്പോൾ മഞ്ചാടിക്കാണെങ്കിൽ ജീവരാജിനെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല, തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ മറിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ രഘുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ചീരു ഒരുപാട് തവണ ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ രഘു തൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ അത് ജീവരാജിൻ്റെ നമ്പറാണ്. ആൾ കുഴപ്പമില്ലല്ലോ, ജീവരാജിൻ്റെ കൂടെയാണ് അവൾ പോയിരിക്കുന്നത്. അത് കേൾക്കുന്ന ചീരു പറയണേ, എന്തായാലും അവൾ ഇങ്ങ് വരട്ടെ, ഞാൻ അവളോട് സ്വരമൊന്ന് മാറ്റി സംസാരിച്ചപ്പോഴേക്കും അവൾക്ക് പിടിച്ചില്ല, എന്തായാലും ഇങ്ങോട്ടേക്ക് വരട്ടെ. അപ്പോൾ ഉടൻ തന്നെ ദാസ് പറയണേ, എന്തായാലും എടുത്ത് ചാടണ്ട. അപ്പോൾ ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കണം, അത് കാണുന്ന ചീരു പറയണേ, അവൾ വന്നിരിക്കുന്നു, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ അമ്പിളിയെ കാണിക്കുന്നുണ്ട്. അമ്പിളി രഘുവുമായി സംസാരിക്കണം. അപ്പോൾ രഘുവേട്ട അവളുടെ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ? അറിയില്ല, ഫോൺ അടിച്ചിട്ട് കിട്ടുന്നില്ല, അവളുടെ വിവരമില്ല. എന്നാൽ രഘുവേട്ട അവൾ വന്ന എന്നൊന്ന് അറിയിക്കണം കേട്ടോ, സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല, എന്തൊരു സ്വഭാവമാണ് ഈ പെണ്ണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ദയ ചോദിക്കുക, എന്താ പ്രശ്നം? മഞ്ചാടി എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല, അവൾ ഒരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചു എന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നു, ഒരു പിടുത്തവുമില്ല. അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്, അതിപ്പോൾ ഇത്ര വിഷയമാക്കാനുണ്ടോ? അത് കേൾക്കുന്ന അമ്പിളി പറയണ, ഫ്രണ്ട് ആരാന്ന് നിനക്കറിയോടി? അതെ ജീവരാജാണ്. എന്ത് ജീവരാജോ? അതെ ജീവരാജ്, ഇനി അച്ഛന് വലിയ തലവേദന ആവാൻ പോകുന്ന ഇവളാണ്, ഇവളിലൂടെ അച്ഛൻ പലതും പഠിക്കേണ്ടി വരും, ഇനി ഉണ്ടാവാൻ പോകുന്ന അതാണെന്ന് പറയുമ്പോൾ ദയ ആകെ പേടിക്കുന്നു കേട്ടോ. പിന്നീട് ഇവർ പുറത്തിറങ്ങി വന്നിട്ട് ജീവരാജിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ചീരുവും രഘുവൊക്കെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഓടി വരുമ്പോൾ ദാസ് പറയുന്നുണ്ട്, നമ്മളുടേതായ രീതിയിൽ പെരുമാറണം, എടുത്തു ചാടി പെരുമാറണം,
പെരുമാറുന്നത്, ആദ്യം അവിടെ കുട്ടിയെയാണ് നിയന്ത്രിക്കേണ്ടതെന്നൊക്കെ ദാസ് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇവർ ദേഷ്യത്തോടു കൂടി വരുമ്പോൾ കാണുന്നത് വിനയനാണ്. വിനയനോ, ഇവളെ എവിടെ നിന്ന് കിട്ടി? അത് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ഫ്രണ്ട് ആരാന്നൊക്കെ വിനയേട്ട ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ജീവരാജ് അല്ലേ? അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് മഞ്ചാടി ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നിന്നോടത്ത് കിടന്ന് ചിലക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ചാടി നീ എന്താ നേരം വൈകിയത് എന്ന് ചീരി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദാസിന് ദേഷ്യം പിടിക്കണം. മഞ്ചാടിയുടെ മറുപടി കേൾക്കുമ്പോൾ നീ വീണോടത്ത് കിടന്ന് ഉരുളണ്ട മഞ്ചാടി, എന്തായാലും അകത്ത് കയറിപ്പോ, പിന്നീട് അവൻ ചോദ്യം ചെയ്യലെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ രഘു ആണെങ്കിലോ വലിയ പ്രശ്നങ്ങളാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ ചീരും കയറി പോകുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളാണല്ലോ, എന്തായാലും ആ ജീവരാജിൻ്റെ ദേഹത്ത് കൈവെക്കേണ്ടി വരും. അപ്പോൾ വിനയം പറയണം അങ്ങനെയല്ല, ജീവരാജ് ഇതിൽ പ്രതിയല്ല, അവൻ്റെ അടുത്ത് പെരുമാറ്റത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഞ്ചടിയുടെ സ്വഭാവമാണ്, അവളെയാണ് ആദ്യം നിയന്ത്രിക്കേണ്ടത്. അത് കേൾക്കുന്ന ദാസ് പറയുന്നത് ശരിയാണ്, അവളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ ഹർഷയാണ് കാണിക്കുന്നത്. ഹർഷ ഇങ്ങനെ പ്ലാനും പദ്ധതിയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് സുശീലയാണ് കാണിക്കുന്നത്. അപ്പോൾ സുശീലയുടെ അടുത്ത് ഇന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വീട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സുശീല ഇങ്ങനെ രാത്രിയിലാണ്. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, നാളെ അനുപമയുടെ രജിസ്ട്രേഷൻ നടക്കില്ല. എന്താ അമ്മ ഈ പറയുന്നത്? അനന്തമാഷ് ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ ആ വാക്കിൽ അത്രയും അർത്ഥത്തോട് കൂടിയിട്ട് അയാളെ സംസാരിക്കാറ്, അയാളെ അമ്മയൊക്കെ അറിയായിട്ടാണ്. അതൊക്കെ നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ ആർക്കും എവിടെയും അമ്മളി പറ്റാം. നിമിഷ നേരത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയുമോയെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കേട്ട ഉടനെ ഇങ്ങനെ വീണ്ടും ഇന്ദ്രൻ പറയാം, എന്താ അമ്മയുടെ മനസ്സിലുള്ള പ്ലാന് അതൊന്ന് പറയാം. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ രജിസ്ട്രേഷൻ നടക്കില്ല, എന്നാലും അമ്മ എൻ്റെ ഒരു മനസ്സമാധാനത്തിനെങ്കിലും അമ്മ അത് പറ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഈ ഒരു സത്യം പറയാൻ ഒരുങ്ങുമ്പോഴാണ് ഹർഷയുടെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ സുശീല, ഹലോ ഹർഷേ, നീ എന്താ ഈ അസമയത്ത് വിളിക്കുന്നത്? ഇത് ഹർഷയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആൻറ്റി എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ഹർഷ ഇങ്ങനെ അഭിനയിച്ച് വിളിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താ മോളെ നിൻ്റെ ശബ്ദത്തിൽ? അപ്പോൾ സുശീലയ്ക്ക് ഇതറിയാലോ എന്താണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നതെന്ന് സുശീലയ്ക്കും അറിയാം. അങ്ങനെ സുശീല ഇന്ദ്രൻ്റെ മുന്നിൽ നന്നായി തകൃതിയായി അഭിനയിക്കാനായിട്ട്, എന്താ മോളെ നീ കരയുന്ന, എന്താ പ്രശ്നം? ആൻറ്റി ഞാനൊന്ന് വീണു. അയ്യോ നീ വീണെന്നോ? ഗർഭിണിയായ നീ വീണെന്നോ? അപ്പോഴും ഇന്ദ്രനെ ഒരു കുലുക്കുമില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ എന്താ മോളെ പറയുന്നത്? നീ പെട്ടെന്ന് രവിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എനിക്കൊന്നും പറ്റില്ല രവിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ, അയാൾ കാരണമാണ് ഞാൻ വീണത്, ഇനി അയാളുമായി ഞാൻ ഒരു മിണ്ടാട്ടമില്ല, എനിക്ക് അയാളെ കൊണ്ടുപോകാൻ പറ്റില്ല. ആൻറ്റി ഒന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക ആൻറ്റി, എനിക്ക് തീരെ വയ്യ ആൻറ്റി, പ്ലീസ് ഒന്ന് കൊണ്ടുപോകാൻ വരുമോ എന്നൊക്കെ പറയുമ്പോൾ ശരി എന്നാൽ ശരി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രനും കൂട്ടിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇന്ദ്രനാണെങ്കിലോ സുശീലയുടെ വാക്കുകൾ കേൾക്കില്ലാതെ നിവൃത്തിയില്ലല്ലോ എന്ന ഭാവത്തിൽ പിന്നാലെ പോകുന്നു. പിന്നീട് ഹർഷയുടെ വീടെത്തുന്നു, വാതിൽ തുറക്കുന്നു, അങ്ങനെ ബെല്ലടിക്കുന്നു. പിന്നീടാണെങ്കിൽ രവി ഒന്നും അറിയാതെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ സുശീല അധികാര ഭാവം എടുക്കുകയാണ്. എന്നിട്ട് സുശീല പറയണേ, എവിടെ രവി? ഹർഷയോ എന്ത് നിങ്ങൾ ഈ അസമയത്ത് പറയുന്നത്? അതെ, ഹർഷയ്ക്ക് തീരെ സുഖമില്ല, ഭർത്താവായ ഞാൻ അറിയാത്ത നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഹർഷ വിളിച്ചു പറഞ്ഞു അവൾ വീണെന്നോ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ എനിക്കറിയാം, അവൾ വീണെങ്കിൽ എനിക്ക് നോക്കാൻ അറിയാമെന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടിയുമായി വന്നിരിക്കുക, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? അപ്പോൾ ഉടൻ തന്നെ ഹർഷ പറയാം, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഹർഷ അങ്ങ് കയറി വരികയാണ്. നിങ്ങൾ കാരണമല്ലേ ഞാൻ വീണത്, നിങ്ങൾ എന്നെ വീഴ്ത്തിയിട്ടതും പോരാ, എന്നിട്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു, നിങ്ങൾ കാരണം വീണതും പോരാ, ഇനി നിങ്ങളുടെ ചികിത്സ ഞാൻ തേടണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല ഒരിക്കലും. ഹർഷേ, പിണക്കവും വിണക്കവും ഒക്കെ ഈ സ്വാഭാവികമല്ലേ, അതൊക്കെ നമുക്കിടയിൽ ഉണ്ടാവാറില്ലേ, പക്ഷെ എനിക്ക് വയ്യാതായാൽ അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല, ഹർഷ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറയണ്ട. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഹർഷ പറയണ, വേണ്ട ഞാൻ ഈ ആൻറ്റിയുടെ കൂടെ പോയിക്കോളാം, നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ഒന്ന് വരട്ടെ, വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട, നിങ്ങൾ എൻ്റെ കൺമുന്നിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുശീലയെ ഇന്ദ്രനെയും വിളിച്ച് അവിടെ നിന്നും പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ദ്രനോട് പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, നീ എന്തിനാ ഈ അസമയത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുശീല ഇടിച്ച് കയറുകയാണ്. അങ്ങനെ ഇവരങ്ങും പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഹർഷ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഹർഷ പറയാണ്, എനിക്ക് വിശന്നിട്ട് സഹിക്കാൻ വയ്യ, ഇന്ന് അയാൾ എന്നെ ഉന്തിയത് കൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ മസാല ദോശ ഒന്ന് കഴിക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ആർത്തി പിണ്ട് കഴിക്കുമ്പോൾ ഉടനെ തന്നെ ഇന്ദ്രനെ ദേഷ്യം പിടിക്കാണ്. നിനക്ക് ഇത്ര മസാല ദോശ കഴിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ എന്നെ ഈ അർദ്ധരാത്രി വിളിച്ച് വരുത്തണമായിരുന്നോ, ഭക്ഷണം അങ്ങ് ഓർഡർ ചെയ്യുക പോരെ, അവിടോട്ട് എത്തില്ലേ എന്ന് പറയുമ്പോൾ അയാളുമായി എനിക്ക് അവിടെ നിൽക്കാൻ ഇപ്പോൾ തയ്യാറല്ല. അപ്പോൾ ഉടൻ തന്നെ സുശീല ചോദിക്കുന്നുണ്ട്, നിൻ്റെ വേദന മാറിയോ? ഇപ്പം എനിക്ക് വേദന മാറി, പിന്നെ ഡോക്ടർ എഴുതിയ പെയിൻ കില്ലറും എൻ്റെ അടുത്തുണ്ട്, അതൊക്കെ എൻ്റെ അടുത്ത് കഴിച്ചു
കഴിച്ചാൽ മതിയല്ലോ, അപ്പം എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകണ്ടേ എന്ന് ഇങ്ങനെ സുശീല ചോദിക്കുമ്പോൾ വേണമെന്നില്ല, എനിക്ക് വീട്ടിലോട്ട് പോയാൽ മതി ഇനി എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ മനുഷ്യനായിട്ട് വട്ടാക്കണം എന്നൊക്കെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ വീട്ടിലോട്ട് ഞാൻ പോയിക്കോളാം, പക്ഷേ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ സുശീലാൻ്റെയും വേണം, കുറച്ച് ദിവസം എൻ്റെ കൂടെ സുശീലാൻ്റി നിൽക്കണം, ഒരുപാട് ബുദ്ധിമുട്ട് രവിയുടെ നിന്ന് ഉണ്ട്, അയാളെ കൂടെ ഇനി എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെയും ഹർഷയുടെയും കളിയാണെന്ന് ഇനി ഇങ്ങനെ ഇന്ദ്രൻ്റെ മനസ്സിലാവില്ല കേട്ടോ. എന്നാൽ തൻ്റെ ജീവിതം ഹർഷയ്ക്ക് കാൽക്കീഴിലാവുകയാണ്. അതായത് ഹർഷയെ മരുമകളാക്കാൻ സുശീല ശ്രമിച്ചും കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കൊക്കെ അനുപമ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അനുപമ ഇനി ഒരിക്കലും ഇന്ദ്രനെ സ്വീകരിക്കുന്നില്ല റീമേക്കിൽ. അപ്പോൾ എന്തായാലും ഇവിടെ എന്തോ ഒന്നും അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം.